ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഒരു പെൺകുട്ടിയുടെ അതിജീവനമാണ് ഈ കഥ. അതൊരു സാധാരണ അതിജീവനമല്ല. അവൾക്കെതിരായി നിൽക്കുന്നത് വലിയൊരു ഡ്രാഗണാണ്. കഥാനായികയായിട്ടുള്ള കുമാരി എല്ലോറി, അവളുടെ ലൈഫിൽ സംഭവിച്ചത് എന്താണ്? അപ്പൊ പോവില്ലേ ആ കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. കഥയുടെ ആരംഭത്തിൽ അതിസമ്പന്നമായിട്ടുള്ള ഒരു വലിയ മഹാരാജ്യം കാണിക്കുകയാണ്. അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ ഗോപുരങ്ങൾ ആ രാജ്യത്തുണ്ടായിരുന്നു. ഇപ്പൊ ആ രാജ്യത്തിന്റെ രാജാവും അതുപോലെ തന്നെ കുറച്ച് പടയാളികളും ഒരു വേട്ടയ്ക്കായിട്ട് പോയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അവരുടെ മുന്നിലുള്ള വലിയൊരു മലയാണ്. ആ മലയ്ക്കുള്ളിൽ എന്തോ ഒന്നുണ്ട്. ആകാശത്ത് കൂടെ പറക്കുന്ന ആ ഒരു ജീവിയെ അവർ ലക്ഷ്യമിട്ടു. അവസാനം മലക്കുള്ളിൽ ആ ഒരു ഗുഹയിലേക്ക് ഇവരൊരു കയറ് കെട്ടി താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ ജീവിയെ ഇവരെല്ലാവരും കൂടെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജാവ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു ജീവി അതിന്റെ ആ ഒരു തീ കൊണ്ട് നശിപ്പിച്ചു കളയാണ്. മറ്റൊന്നുമല്ല, അതൊരു ഡ്രാഗൺ തന്നെയാണ്. ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ ഈ രാജാവ് അയാളുടെ ആ ഒരു വാള് അവിടെ വെച്ചുകൊണ്ട് ഈ ഡ്രാഗന്റെ മുന്നിൽ കീഴടങ്ങുകയാണ്. പിന്നീട് ആ രാജാവ് മരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നൂറ്റാണ്ടുകൾ, ഒരുപാട് വർഷങ്ങൾ കഴിയാണ്. ഇപ്പോ മറ്റൊരു സ്ഥലം കാണിക്കാണ്. ആ വലിയ രാജ്യമൊന്നുമല്ല, മറ്റൊരു കുഞ്ഞു രാജ്യം. ആ രാജ്യത്തിന്റെ കുമാരിയായിട്ടുള്ള നമ്മുടെ എല്ലോറി, അതുപോലെ തന്നെ അവളുടെ അനിയത്തിയായിട്ടുള്ള അലീന, രണ്ടുപേരും കൂടെ വീട്ടിലേക്കുള്ള വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുമാരിയാണ്, എന്നിട്ടും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ദാരിദ്ര്യമുണ്ട്. അങ്ങനെ എല്ലോറി അലീന രണ്ടുപേരും നോക്കുമ്പോൾ ഇവരുടെ നാട്ടിലേക്ക് പുറത്തു നിന്ന് ഒരു പുതിയ കുതിരാണ്ടി വരുന്നതായിട്ട് കാണുകയാണ്. അപ്പൊ ഇവർ ശേഖരിച്ച ഒരു വിറകുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ അച്ഛനായിട്ടുള്ള രാജാവ് ബെയ്ഫോർഡിനോട് ഈ വന്ന ആൾക്കാർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ച് അവിടുന്ന് പോവുകയാണ്. എന്താണ് കാര്യമെന്ന് എലോറി അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. കാരണം വലിയൊരു മഹാരാജ്യത്തിലേക്ക് കുമാരിയായിട്ട് നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് അവര്. എന്താണെന്ന് മനസ്സിലായില്ലല്ലേ? അവിടുത്തെ കുമാരന് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ ഒരു വിവാഹം നടത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഒരുപാട് സമ്പത്ത് തരാ എന്ന് ആ രാജ്യത്ത് നിന്ന് ആ ദൂതന്മാര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ഇവര്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സമ്പത്ത് കിട്ടുകയാണെങ്കിൽ രാജ്യത്തിന്റെ കാര്യം നോക്കാന്ന് രാജാവ് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടുകയാണല്ലോ, എന്തുകൊണ്ടും ഹാപ്പി. അതുപോലെ ഈ രണ്ട് പെൺകുട്ടികളുടെയും അമ്മ ഇപ്പൊ ജീവനോടെ ഇല്ല, ഇവരുടെ രണ്ടാനമ്മയാണ്. എന്നാലും ഇവരോട് ഭയങ്കര സ്നേഹമാണ്. സോ ആ രാജ്യത്തിലേക്ക് പോകണമെങ്കിൽ കടലിലൂടെ കുറച്ചധിക ദൂരം ഇവർ യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ കപ്പലില് രാജാവ്, രാജ്ഞി, അതുപോലെ തന്നെ ഈ രണ്ട് മക്കള് എല്ലോറ്, അലീന, കുറച്ച് പട്ടാളക്കാരുമായിട്ട് ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കുമാരി എല്ലോറിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുള്ളതുപോലെ ഇതുവരെ കാണാത്തൊരു കുമാരനെ വിവാഹം കഴിക്കണ്ടേ, തന്റെ രാജ്യത്തു നിന്ന് മാറി നിൽക്കണ്ടേ, ഇതൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു വിഷമമുണ്ട്. ഇതേ സമയത്ത് തന്നെ എലോറിയുടെ അടുത്തേക്ക് രണ്ടാനമ്മ വരികയാണ്. രണ്ടുപേരും ഒരുപോലെ പൊതച്ചു പിടിപ്പിക്കുകയാണ്. ഈ തണുപ്പത്ത് ഇങ്ങനെ നിന്നാ വല്ല അസുഖം വരില്ലേ? ഭയങ്കരമായിട്ട് അവര് കെയർ ചെയ്യോട്ടോ രണ്ട് മക്കളെയും, സ്വന്തം മക്കളെ പോലെ തന്നെ. എന്തായാലും ഇവരുടെ യാത്ര അങ്ങനെ പോകുന്നുണ്ട്. ആ രാജ്യത്തിന്റെ കവാടത്തിലേക്ക് ഇവരെത്താനായിട്ടുണ്ട്. ഇപ്പൊ ശക്തമായ മഞ്ഞ് കോടകൾക്കിടയിലൂടെ വലിയ രണ്ട് രൂപങ്ങൾ, അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ ഇവർ കാണുകയാണ്. ആദ്യം ഒന്ന് പേടിച്ചുപോയി. പിന്നെ ആ കോടമഞ്ഞെല്ലാം മാറി വ്യക്തമായിട്ട് ആ രൂപം കണ്ട സമയത്താണ് അത് വെറും ഒരു ഡ്രാഗന്റെ പ്രതിമയാണെന്ന് ഇവർക്ക് മനസ്സിലായത്. അങ്ങനെ ആ രാജ്യത്തിലേക്ക് ഇവരെത്തുകയാണ്. ഭയങ്കര ബഹുമാനത്തോടു കൂടി തന്നെ ഈ രാജാവിനെയും മക്കളെയും രാജ്ഞിയും എല്ലാവരും ഈ വലിയ മഹാരാജൻ സ്വീകരിക്കുകയാണ്. കൊട്ടാരത്തിൽ തന്നെ ഏറ്റവും നല്ല മുറി തന്നെ ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇന്നല്ല, നാളെ രാവിലെയാണ് ഇവിടുത്തെ രാജ്ഞിയും അതുപോലെ തന്നെ രാജാവിനെയും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കുന്ന പറയാണ്. അങ്ങനെ അവരവിടെ താമസിക്കുകയാണ്. നമ്മുടെ എലോറി അതുപോലെ തന്നെ അലീന. പുതിയ സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും എന്തോ ഒരു ഡിസ്കംഫേർട്ട് പോലെ ഉണ്ട്. ഇതേ സമയത്തിന് ആ വലിയ ഗോപുരത്തിന്റെ മുകളിൽ നിന്നും മറ്റൊരു ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കുമാരിയെ അവിടെ നമ്മുടെ എലോറി കാണുകയാണ്. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതേസമയത്തിന് ആ കുമാരിയെ ആരോ ഒരാൾ വിളിച്ചു കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് രാത്രിയാണല്ലോ. ദൂരെയായിട്ട് ആ ഒരു വലിയ മല എലോറി കാണുകയാണ്. നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ ആ മലയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ഒരു ഹോളിലൂടെ തീ വരുന്നതായിട്ട് എലോറി കാണുന്നുണ്ട്. ആ ഒരു കാഴ്ച അവളെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അതേ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചിയോട് ഉറക്കം വരുന്നില്ല, പുതിയ സ്ഥലമായോണ്ട് തോന്നുന്നു, ചേച്ചി ഒന്ന് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എലോറി അലീനയും കൂട്ടിയിട്ട് കട്ടിൽ പോയി കിടക്കുകയാണ്. അനിയത്തിക്ക് വേണ്ടി നല്ല നല്ല കഥകൾ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനിയത്തിയെ അത്ര ഇഷ്ടമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഇവിടുത്തെ ആ ഒരു ക്യൂനും അതുപോലെ തന്നെ കിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ മകനായിട്ടുള്ള ഹെൻറിയും. ഇവരെ നമ്മുടെ എലോറി കാണുകയാണ്. രാജ്ഞിയോട് സംസാരിക്കുമ്പോൾ ശരിക്കും ഒരമ്മയോട് സംസാരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ എലോറിക്ക് തോന്നുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ പിള്ളേരോട് രണ്ടുപേരും കൂടെ ആ ഒരു ഗാർഡനിലേക്ക് പോയിട്ട് സംസാരിക്കാൻ പറയാണ്. കാരണം ക്വീനും അതുപോലെ തന്നെ ബെയ്ഫോർഡ്, എലോറിയുടെ അച്ഛനും എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. എന്തായാലും ഹെൻറിയും എലോറിയും കൂടെ ആ ഒരു ഗാർഡനിലേക്ക് പോവാണ്. ആദ്യമൊക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു ചമ്മലുണ്ടായെങ്കിലും അധികം വൈകിയില്ല. രണ്ടുപേരും നന്നായിട്ട് അടുക്കുകയാണ്, ഒരുപാട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ എലോറി ചോദിക്കുകയാണ്, നമുക്കൊരു കുതിര സവാരി പോയാലോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹെൻറിയും പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു മൈതാനത്തിലൂടെ സവാരി അങ്ങനെ പോവാണ്. എന്നാൽ ഈ കുമാരനെക്കാളും മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ എലോറി തന്നെയാണ് കേട്ടോ. കാരണം ഈ കുമാരനെ പോലെയുള്ള അത്യാവശ്യം നല്ലോണം ജീവിക്കാൻ പഠിച്ചവളാണ് എലോറി. കാരണം ഒരു കുമാരിയായിട്ട് കൂടെ വിറക് വെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. ഇപ്പൊ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. ബെയ്ഫോർഡ്, അതായത് എലോറിയുടെ അച്ഛൻ, ഈ ഒരു ക്യൂവിനോട് സംസാരിച്ച് മുറിയുടെ പുറത്തേക്ക് വരികയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒരു ഭയം, ഭയങ്കരമായിട്ടുള്ള സങ്കടം കാണുന്നുണ്ട്. ഇപ്പോ മദർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? അവര് തരാന്ന് പറഞ്ഞ പണം തരില്ലേ? ഇതേ സമയത്ത് ബെയ്ഫോർഡ് പറയാണ്, നമ്മൾ ഊഹിച്ചതിനേക്കാൾ എത്രയോ തരാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മുഖത്ത്
മുഖത്ത് ഈ ഒരു വിഷമം എന്ന ബെയ്ഫോർഡ് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. കുറച്ച് ദേഷ്യത്തിലാണ് അവിടുന്ന് പോകുന്നത്. കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി ഈ മദർ ക്വീനിനോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. എന്നാൽ ഇത്രയും വലിയ മഹാരാജ്യത്തിന്റെ ക്വീനോട് ഇങ്ങനെ വന്ന് ഈ മദർ സംസാരിക്കുന്നൊന്നും ഈ ക്വീന് ഇഷ്ടമാകുന്നില്ല. അവര് പറയാണ്, ഞങ്ങൾ നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയത് എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്, കൂടുതലായിട്ടൊന്നും എന്നോട് നിങ്ങൾ സംസാരിക്കാൻ വരണ്ട. അങ്ങനെ കുറച്ച് മോശമായിട്ട് സംസാരിച്ചിട്ട് ഈ ക്വീൻ അവിടുന്ന് പോവാണ്. എന്തോ ഒരു പന്തികേട് നമ്മുടെ മദറിന് അപ്പൊ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ എലോറി അതുപോലെ തന്നെ അലീന ഇപ്പൊ എലോറിക്കായിട്ട് ഒരുപാട് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചുമ്മാ ഇങ്ങനെ ഇട്ട് നോക്കി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മദർ അങ്ങോട്ടേക്ക് വരികയാണ്. രണ്ട് മക്കളോടും പറയണം, മക്കളെ നന്നായിട്ട് സൂക്ഷിക്കണം, എന്തോ ഒരു അപകടമുണ്ട്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ കുട്ടികൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലാവുന്നില്ല. അമ്മയ്ക്കത് വെറുതെ തോന്നിയതായിരിക്കും. ഇതേ സമയത്ത് തന്നെ ബെയ്ഫോർഡ് അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഇവരുടെ അച്ഛൻ തന്നെ. അച്ഛൻ വന്നതുകൊണ്ട് ഇവർക്ക്, അതായത് ഈ അമ്മയ്ക്ക് കൂടുതലായിട്ടൊന്നും കുട്ടികളോട് പറയാൻ പറ്റുന്നില്ല. അധികം വൈകണ്ട, വേഗം കിടന്നുറങ്ങിക്കോ എന്ന് അച്ഛൻ പറയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ എലോറിയെ നല്ല രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. ആഡംബരമായ ഭയങ്കരമായിട്ടുള്ള ഒരു വിവാഹം. ആ വിവാഹം കഴിഞ്ഞ് മലമുകളിൽ ഒരു പ്രത്യേകതരം പാരമ്പര്യമായിട്ടുള്ള ചടങ്ങ് ഇവർക്ക് നടത്തേണ്ടതുണ്ട്. അങ്ങോട്ടേക്ക് ഈ കുമാരിയും അതുപോലെ തന്നെ ഹെൻറിയും പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനോട് യാത്ര പറയണം. ഈ സമയത്ത് എന്തിനാണെന്നറിയില്ല ബെയ്ഫോർഡിന്റെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള സങ്കടം, ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് മകളെ യാത്രയാക്കുകയാണ്. മദറിനും അതുപോലെ സങ്കടമാവുന്നുണ്ട്. തന്റെ മകൾക്ക് എന്തോ ഒന്ന് പറ്റാൻ പോവാന്ന് അവർക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എലോറി അതുപോലെ തന്നെ ഹെൻറി രണ്ടുപേരും കൂടെ നേരെ പോവുകയാണ് ആ മലയുടെ മുകളിലേക്ക്. ഇതെന്തിനാ ഈ ചടങ്ങ് എന്ന് കുമാരി ചോദിക്കുമ്പോൾ ഹെൻറി പറയാണ്, നമ്മുടെ പൂർവികർ നടത്തിയ ഒരു ചടങ്ങാണ്, ഇത് നമുക്കും ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ കുതിരയെ ഒരു ഭാഗത്ത് നിർത്തി ഇവർ രണ്ടുപേരും മലയുടെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു പോവാണ്. അവിടെ പൂജാരി അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള മുഖംമൂടി ധരിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു. കണ്ടപ്പോ തന്നെ നമ്മുടെ എലോറി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൂജാരി എലോറിയെ വന്ന് വിളിക്കുകയാണ്. നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരികയാണ്. അപ്പോ ഞങ്ങളുടെ കുടുംബവുമായിട്ട് നിനക്കൊരു രക്തബന്ധം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ കുറച്ച് ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ അതിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഒരു പാലാണ്. ആ പാലത്തിന്റെ താഴെ വലിയൊരു കുഴിയാണ്. അപ്പുറം ഭാഗത്തേക്ക് ഇപ്പോൾ എലോറി അതുപോലെ തന്നെ ഹെൻറി രണ്ടുപേരും എത്തി. അങ്ങനെ ഹെൻറിയുടെ കൈ മുറിച്ചുകൊണ്ട് ഹെൻറിയുടെ കൈ മുറിച്ച് രണ്ട് ബ്ലഡും കൂടെ ഒരുപോലെ ആക്കുകയാണ്. അതായത് ആ ഒരു രക്തബന്ധം വന്നു എന്ന് വരുത്തി തീർക്കുകയാണ്. ഇനി അടുത്ത ചടങ്ങ് എന്താ വെച്ചാല് ഈ പാലം നേരെ കുറുകെ ഈ എലോറി നടക്കാൻ പാടില്ല. ഹെൻറി അവൾ എടുത്ത് നടക്കണം. ആദ്യം വേണ്ട എന്ന് എലോറി പറഞ്ഞെങ്കിലും ഇപ്പൊ ആ ഒരു മന്ത്രവാദി പറയാണ് ഇതാണ് ഇവിടുത്തെ ചടങ്ങ്. അങ്ങനെ എലോറി നിന്നു കൊടുക്കുകയാണ്. ഹെൻറി അവൾ എടുക്കുകയാണ്. ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ഈ എലോറി ഹെൻറിയുടെ ആ ഒരു ഷോൾഡറിലേക്ക് തലവെച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു പാലത്തിന്റെ മുകളിലൂടെ അവൾ എടുത്ത് നടക്കുകയാണ്. പക്ഷെ ഹെൻറിയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എലോറിയുടെ ചെവിയിൽ അവൻ ക്ഷമ ചോദിക്കുകയാണ്, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് എലോറി ഞെട്ടിപ്പോയി. എന്തിനാണ് എന്നോട് അങ്ങനെ പറയുന്നത്? കൂടുതലായിട്ടൊന്നും ആലോചിക്കാൻ നമ്മുടെ എലോറിക്ക് സമയം കിട്ടിയില്ല. അതിനു മുന്നേ ഹെൻറി അവൾ ആ ഒരു കുഴിയിലേക്ക് വലിച്ചെറിയാണ്. ആലേറി വിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എലോറി താഴേക്ക് വീഴുന്നുണ്ട്. ഒരുപാട് വേരുകൾ ഇതെല്ലാം തട്ടി 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 അവൾ താഴേക്ക് ചെന്നങ്ങ് വീഴുകയാണ്. കൂറ്റാക്കൂരിട്ടായിരുന്നു താഴെ ഉണ്ടായിരുന്നത്. അങ്ങനെ താഴെ വന്ന് വീണ കുമാരി ഉണ്ടല്ലോ ഉറക്കൻ അലറി വിളിക്കുന്നുണ്ട് അവളെ രക്ഷപ്പെടുത്താനായിട്ട്. എന്നാൽ ആ നിലവിളിയൊന്നും ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മുകളിൽ നിന്നും എല്ലാവരും തിരിച്ചു പോകുന്ന ആ ഒരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് കയറാനായിട്ട് അവൾ ശ്രമിക്കുകയാണ്. പക്ഷേ കാല് തന്നെ താഴേക്ക് വീഴുകയല്ലാതെ അവൾക്ക് മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. അതുപോലെ അവിടെ ഒരുപാട് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇതെല്ലാം എലോറി കാണുകയാണ്. അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇതെന്റേതല്ല, ഇത് മുന്നേ ഉണ്ടായിരുന്ന ആരുടേതാണ്. അതായത് ഇവിടെ വെച്ചാണ് എലോറിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇവിടെ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ഓരോ കല്യാണവും അതൊരു ബലിയാണ്, ഒരു നരബലി. എന്നാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ബലി നടത്തുന്നതെന്ന് എലോറിക്ക് ഇപ്പൊ മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഗുഹയുടെ ഒരു ഭാഗത്ത് വെച്ച് ഒരു വെളിച്ചം അവൾ കാണുകയാണ്. അങ്ങോട്ടേക്ക് ഓടിച്ചു നോക്കി. അതൊരു പക്ഷിയായിരുന്നു. അതിന്റെ ദേഹത്ത് തീ പിടിച്ച് അത് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനോട് വല്ലാത്ത കരുണ തോന്നിയ എലോറി വേഗം തന്നെ മണ്ണ് വാരി അതിന്റെ ആ ഒരു തീ കെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു പക്ഷി ചത്തുപോയി. നിനക്ക് എന്താടാ പറ്റിയത് എന്നിങ്ങനെ എലോറി ചോദിക്കുമ്പോൾ ഇതേ പക്ഷിയുടെ അവസ്ഥയിൽ തന്നെ ഒരുപാട് പക്ഷികൾ ദേഹത്ത് തീയുമായിട്ട് അങ്ങോട്ടേക്ക് പാറി വരികയാണ്. അതുപോലെ മറ്റെന്തോ ഒരു വലിയ രൂപം ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് എലോറിക്ക് മനസ്സിലായി. അവൾ വേഗം പോയിട്ട് ഒരു പാറയുടെ പിന്നിൽ ഒളിക്കുകയാണ്. ആ നിഴൽ രൂപം പതിയെ പതിയെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളോട് സംസാരിക്കുന്നുണ്ട്. രാജരക്തം അതെനിക്ക് മണക്കുന്നു. പരമ്പരകളായിട്ട് എനിക്ക് തന്നോണ്ടിരിക്കുന്ന ആ രാജരക്തം, എവിടെ എന്റെ രക്തം? ഇതേ സമയത്തിന് കുമാരി എലോറി വിചാരിക്കുകയാണ്, രാജരക്തോ? എന്റെ പരമ്പരയോ? കാലങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബം എന്തിനാണ് ഈ ഡ്രാഗണ് വേണ്ടി ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്? അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ എലോറി ഈ ഒരു ഡ്രാഗണോട് ചോദിക്കുമ്പോൾ അവളുടെ രക്തമായിരുന്നു ഈ ഡ്രാഗണ് വേണ്ടിയിരുന്നത്. ഈ വലിയ രാജകുടുംബം ഉണ്ടല്ലോ, അവരിൽപ്പെട്ട ആ ഒരു കുമാരിയോ കുമാരന്റെയോ ഒരു രക്തം. അപ്പോഴാണ് നമ്മുടെ എലോറിക്ക് ഒരു കാര്യം മനസ്സിലായത്. ശരിക്കും ഈ ഡ്രാഗണെ ആ ഒരു രാജകുടുംബം പറ്റിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ഹെൻറിയുടെ കൈ മുറിച്ച് അവളുടെ കൈ മുറിച്ച് രണ്ടുപേരുടെയും ബ്ലഡ് ഒന്നാക്കിയില്ലേ, അതോടുകൂടിയിട്ട് അവളുടെ രക്തവും രാജരക്തമായി മാറിയിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കിയ കുമാരി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ഈ ഡ്രാഗണും ഉണ്ട്. മാത്രമല്ല അതിന്റെ ആ ഒരു തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. നീ എവിടെ വേണമെങ്കിലും ഓടിക്കോ, എത്ര ദൂരം വേണമെങ്കിൽ ഓടിക്കോ, അവസാനം നീ എന്റെ വായിലേക്ക് തന്നെ വരുമെന്ന് ആ ഒരു ഡ്രാഗൺ പറയുന്നുണ്ട്. ഇപ്പൊ എലോറി ഓടിച്ചെന്ന് ചെറിയൊരു മട കാണുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഓടി കയറുന്നുണ്ട്. എന്നാൽ അവളുടെ പിന്നാലെ ആ ഒരു തീ ഉണ്ടകള് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിൽ ചെറിയൊരു തീ അവളുടെ കാലിലും ആയിട്ടുണ്ട്. അലറി വിളിച്ചുകൊണ്ട് അവൾ കരയാണ്. അത്രത്തോളം വേദന അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു. കുറെ നേരം നിലവിളിച്ച്
വെച്ച് ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ, രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നോക്കണം. സോ അവളുടെ കഴുത്തിൽ തന്നെ ഒരു മാല, വിവാഹത്തിന് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണിയിപ്പിക്കുന്ന സമയത്ത് ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിടിച്ച് തിരിച്ചപ്പോൾ ഒരു വെളിച്ചം പോലെ തോന്നുകയാണ്. അപ്പൊ ആ ഒരു മാല ഒരു വെളിച്ചം പോലെ ആക്കിയിട്ട് ആ ഒരു ഗുഹയിലൂടെ എഴഞ്ഞെഴഞ്ഞ് അവൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. വിസ്താരമായിട്ടുള്ള വലിയൊരു ഗുഹയൊന്നും ആയിരുന്നില്ല, ചെറിയ ഇടവഴിയുള്ള ചെറിയ ഗുഹ. അങ്ങനെ അതിലൂടെ നമ്മുടെ എലോറി മുന്നോട്ടേക്ക് പോയ സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. എന്നാൽ അപ്പുറത്തേക്ക് ചാടി കടക്കണമെങ്കിൽ വലിയൊരു കുഴി താണ്ടി വേണം പോവാൻ. അതുപോലെ ഒരുപാട് തിളങ്ങുന്ന എന്തോ ഒരു വസ്തു അവൾ അപ്പുറത്ത് കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എലോറി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഹെൻറി അണിഞ്ഞു കൊടുത്ത ആ ഒരു മോതിരണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇത് അണിയുന്ന സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, ആ മോതിരെടുത്ത് അവൾ വലിച്ചെറിയാണ്. എന്നിട്ട് ആ ഒരു ദേഷ്യം ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ അപ്പുറത്തേക്ക് എടുത്തു ചാടുന്നുണ്ട്. ആദ്യം കാല് തെന്നിപ്പോയെങ്കിലും അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്ന കമ്പി പോലെ എന്തോ ഒന്ന് കുത്തി പയ്യെ പയ്യെ മുകളിലേക്ക് കയറി വരികയാണ്. മാത്രല്ല ഈ തിളക്കമുള്ള എന്തോ ഒരു അച്ചള് പോലത്തെ ജീവിയാണ്. ഇതിനെല്ലാം ഒരു തുണിയുടെ ബാഗിൽ നിറച്ചിട്ട് അതൊരു വെളിച്ചം പോലെയാക്കി മുന്നോട്ടേക്ക് പോകാന്ന് അവൾ വിചാരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തുള്ളികൾ വീഴുന്ന ആ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ്. നോക്കുമ്പോൾ ഇച്ചിരി വെള്ളം കാണുന്നുണ്ട്. അവൾ അതൊന്ന് കോരി കുടിക്കുകയാണ്. പക്ഷെ അതിന്റെ ആ ഒരു വൃത്തികെട്ട ചുയ കാരണം അവർ തുപ്പുന്നുണ്ട്. എന്നാൽ മുകളിൽ നിന്നും ഐസുറ്റി വരുന്ന ആ ഒരു വെള്ളം അത് ശുദ്ധമായിരിക്കുമല്ലോ. വായ തുറന്നു പിടിച്ച് അതിൽ ഓരോ തുള്ളികളും അവൾ അങ്ങനെ ഇറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ വെള്ളം അങ്ങനെ തുള്ളി വരുന്നതിന്റെ സ്പീഡ് കൂടുകയാണ്. പതിയെ പതിയെ ആ ഒരു നീല കളറ് അത് ചുവന്ന വെളിച്ചമായിട്ട് മാറുകയാണ്. കാരണം ഡ്രാഗൺ മുകളിൽ നിന്നും തീ തുപ്പി ആ ഒരു ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഐസ് പാളിയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഡ്രാഗൺ ഈ ഒരു ഗുഹയുടെ ഭാഗത്തേക്കും ചാടി വരികയാണ്. എന്നാൽ അലറി വിളിച്ചുകൊണ്ട് എലോറി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ അച്ചലുകളുടെ ആ ഒരു ബാഗുമായിട്ട് എങ്ങോട്ടേക്കോ ഓടുകയാണ്. ഓടുന്നതിന്റെ ഇടയിൽ വീണ്ടും മറ്റൊരു മടയിലേക്ക് അവൾ ചെന്ന് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് ഡ്രാഗൺ വീണ്ടും വീണ്ടും അവളോട് പറയുന്നുണ്ട്, നീ എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കൂ, അവസാനം നീ വരാൻ പോകുന്നത് എന്റെ വായിലേക്ക് തന്നെയാണ്. അങ്ങനെ ആ ഗുഹയുടെ ഉള്ളിലേക്ക് എലോറി വന്ന് വീണ സമയത്ത് അതിന്റെ ഉള്ളിലായിട്ട് അവിടുത്തെ ആ ഒരു ചുണ്ണാമ്പുകളുണ്ടല്ലോ, ഇത് വെച്ച് ഓരോ കുമാരിമാര് ഇവിടെ വന്ന് പെടുമ്പോൾ അവരുടെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുകൾ. പയ്യെ പയ്യെ ഇതെല്ലാം കണ്ടുകൊണ്ട് ക്ഷീണിച്ച് എലോറി അവിടെ കിടക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കാലിൽ ആ ഒരു മുറിവ് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. അത് വെച്ച് നടക്കാൻ പോലും കഴിയുന്നില്ല. സോ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ചകളുടെ ആ ഒരു വെളിച്ചം അത് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അവൾ ഉറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഗുഹയിൽ പെട്ടുകിടന്ന ഓരോ കുമാരിമാര് പല രാജ്യത്തു നിന്നുള്ള ആഫ്രിക്കൻസ് ആയിട്ടുള്ള, വെള്ളക്കാരായിട്ടുള്ള, ചൈനക്കാരായിട്ടുള്ള അങ്ങനെ ഒരുപാട് കുമാരിമാരെ ബലിക്കായിട്ട് ഈ ഗുഹയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല കുമാരിമാരുടെയും ആ ഒരു എലൂഷൻ അവളുടെ കണ്ണിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അതിലൊന്ന് കണ്ട് അവൾ ചാടി എഴുന്നേൽക്കാണ്. നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ അച്ചലകളുണ്ടല്ലോ അവളുടെ കാലിൽ പോയിട്ട് ആ രക്തം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അറുപ്പുകൊണ്ട് കുമാരി വേഗം അതിനെ വലിച്ചൂരി കളയാണ്. നോക്കുമ്പോൾ എന്താ ആ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇത്ര വേഗത്തിലോ? അത്ഭുതം തോന്നിയ എലോറി അതിലൊന്നിനെ പിടിച്ച് തന്റെ കയ്യിലെ മുറിയിലേക്ക് ആക്കുകയാണ്. അതായത് തീപ്പൊള്ളി ആ ഒരു മുറിയിലേക്ക്. അത്ഭുതം എന്ന് പറയട്ടെ, ആ മുറിവ് വളരെയധികം വേഗത്തിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രല്ല അവളുടെ മുറിവുകളൊക്കെ മാറിയപ്പോൾ അവൾക്കൊരു ഉഷാറ്, ഒരു എനർജി വന്നു. അവളിപ്പോ ആ ഒരു പുഴുക്കളുടെ ആ ഒരു വെളിച്ചത്തിൽ ചുമരിലേക്ക് നോക്കിയപ്പോൾ ഇതിനു മുന്നേ ഈ എലോറിക്ക് മുന്നേ ഇവിടെ വന്ന ആ ഒരു കുമാരിമാര് ഇനി വരുന്നവരെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് അവർക്കറിയുന്ന വഴികളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പുഴുക്കളുള്ള ആ ഒരു ഗുഹയുണ്ടല്ലോ, അല്ലെങ്കിൽ ഗുഹയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറിയ മരം പോലെ ഒരു സംഭവമുണ്ട്. അതിന്റെ ഇടയിലൂടെ ഒരു വഴിയുണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ മുകളിലേക്ക് വലിയൊരു ഓപ്പൺ ആയിട്ടുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, കൂർത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വഴി കാണാം. അതിലൂടെ പോയാൽ വെളിച്ചം കാണാം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ രണ്ടും കൽപ്പിച്ചുകൊണ്ട് എലോറി പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവസാനം അവൾ അവിടെ എത്തുകയാണ്. മുകളിലേക്ക് വലിയൊരു കിണർ പോലെയായിരുന്നു. ഇതിന് ചുറ്റുമായിട്ട് കൂർത്ത ഭയങ്കര ഷാർപ്പായിട്ടുള്ള തിളക്കമുള്ള കല്ലുകളായിരുന്നു. അത് പിടിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എലോറി അവളുടെ വസ്ത്രങ്ങളുടെ പല ഭാഗങ്ങൾ കയറി കയ്യിലും അതുപോലെ തന്നെ കാലിലും കെട്ടുകയാണ്. എന്നിട്ട് അവളുടെ തലയുണ്ടായിരുന്ന ആ ഒരു കിരീടം ഉണ്ടല്ലോ അതൊരു കയ്യിൽ വെച്ചിട്ട് ഓരോന്നിലേക്കും ഇങ്ങനെ പിടിച്ച് കൊളത്തി മുകളിലേക്ക് പോവാണ്. ഈ ശബ്ദം ഡ്രാഗൺ കേൾക്കാണ്. പതിയെ ഈ കിണറിന് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ എലോറി ഇതറിയുന്നില്ല. അവൾ അധികം മുകളിലേക്ക് പോകില്ല എന്ന് ഈ ഡ്രാഗൺ അറിയായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ എലോറി കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ കൊളത്തിയ ഒരു കല്ല് പൊട്ടുകയാണ്. അലറി വിളിച്ചുകൊണ്ട് അവൾ താഴേക്ക് വീഴുന്ന സമയത്ത് ഈ ഡ്രാഗൺ വായും പൊളിച്ചങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ അണ്ണാക്കിലേക്കാണ് എലോറി ചെന്ന് വീഴാൻ പോകുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മറ്റൊരു കല്ലിൽ അവൾക്ക് പിടുത്തം കിട്ടുകയാണ്. അവൾ വീണ്ടും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ഈ ഡ്രാഗൺ പറയുന്നുണ്ട്, പറന്നു കുരുവി, നീ എത്ര ദൂരം വേണമെങ്കിൽ പറന്നു പോയിക്കോ, അവസാനം നീ എത്താൻ പോകുന്നത് എന്റെ വായിൽ തന്നെയാണ്. എന്തായാലും നമ്മുടെ എലോറി ആ ഒരു കിണർ പോലെയുള്ള സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞു. മനസ്സിന് ഭയങ്കരമായിട്ട് ആശ്വാസമായി. നോക്കുമ്പോൾ എന്താ ചെറിയൊരു വിടവ് കാണുകയാണ്. അതിലൂടെ സൂര്യപ്രകാശം വരുന്നുണ്ട്. അവൾ വേഗം അങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന ആ ഒരു ഭാവത്തിൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ശരിക്കും അവളുടെ ഉള്ളങ്ങോട്ട് കാളിപ്പോവാണ്. കാരണം വലിയ കുത്തനെ നിൽക്കുന്ന ഒരു മലയുടെ ഒരു ചെറിയ ഹോള് മാത്രമായിരുന്നു ആ ഒരു സ്ഥലം. ഇതിലൂടെ എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടു പോവുക? അവിടെ വെച്ച് എലോറി നിരാശയുടെ ആ ഒരു പടുകുഴിയിലേക്ക് വീഴുകയാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടമായിട്ട് മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ താഴെ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. കുറച്ച് കുതിരകളുടെ കുളമ്പടി ശബ്ദവും അതുപോലെ തന്നെ അവറ്റകൾ കരയുന്നതും കുറച്ച് യോദ്ധാക്കളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഉറക്കൻ അലറി വിളിച്ചു. സഹായിക്കാൻ വേണ്ടി അവർ ഒരുപാട് തവണ വിളിച്ചെങ്കിലും അവർ കേട്ടില്ല. പെട്ടെന്ന് എന്തോ ഒന്ന് വന്ന് ഇതിന്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതിന്റെ ആ ഒരു മുഖത്ത് വന്നിരിക്കുകയാണ്. എലോറി ഞെട്ടിപ്പോയി. അത് മറ്റൊന്നും ആയിരുന്നില്ല, ആ ഒരു ഡ്രാഗൺ തന്നെയാണ്. ഇപ്പൊ ഡ്രാഗൺ പറയാണ്, നിനക്ക് രക്ഷപ്പെടാനായിട്ട്
ഒരു വഴിയില്ല. അതുപോലെ തന്നെ എലോറി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച കൂടെ കാണുകയാണ്. കത്തിക്കരിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ വേറെയും മൃതദേഹങ്ങൾ. അതായത് ഇവിടം വരെ എത്തിയ ഒരുപാട് രാജകുമാരിമാര് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇവിടെ വെച്ച് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ആ ഒരു ഹാളില് അവിടെ വെച്ച് തന്നെ ഈ എലോറിയെ ഡ്രാഗൺ കത്തിക്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് എന്തോ ഒരു വിളി, ആ ശബ്ദം ഈ ഒരു ഡ്രാഗൺ കേൾക്കുന്നത്. അതിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോവാണ്. എലോറിയും ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ വന്ന ആൾക്കാർ വിളിക്കുന്നത് ആ പേര് അത് എലോറി എന്നായിരുന്നു. അതായത് എലോറിയെ തന്നെ രക്ഷപ്പെടുത്താനായിട്ട് ആരോ ചിലർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ എലോറി പതിയെ പതിയെ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്താൻ വന്നത് മറ്റാരും ആയിരുന്നില്ല, എലോറിയുടെ അച്ഛനായിട്ടുള്ള ബെയ്ഫോർഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിനെ കുറിച്ച് പട്ടാളക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും നല്ല ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ബെയ്ഫോർഡ് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സമ്പത്ത് കിട്ടിയില്ലേ, ഇനി ഇവിടെ വെച്ച് എന്റെ മകളില്ലാതെ ഒരുത്തൻ പോലും തിരിച്ചു പോയില്ല എന്ന് ഇവരുടെ രാജാവ് ബെയ്ഫോർഡ് പറയാണ്. അതായത് ബെയ്ഫോർഡിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാളുടെ മുഖത്ത് അന്ന് അത്രയും സങ്കടം ഉണ്ടായിരുന്നത്. പക്ഷേ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ജീവൻ പണയം വെച്ച് ആ ഒരു മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ആ ശബ്ദം തേടി അല്ലെങ്കിൽ ആ ഒരു വിളി കേട്ട ഭാഗത്തേക്ക് എലോറി പോകുന്ന സമയത്ത് അവള് മറ്റൊരു കാഴ്ച കാണുകയാണ്. നശിപ്പിക്കപ്പെട്ട 3 ഡ്രാഗന്റെ മുട്ടകള്, അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങിയ ആ ഒരു മുട്ടയിലുള്ള 3 കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്കും കയറി നിൽക്കുന്ന 3 വാളുകള്, അതിനു ചുറ്റും ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ. ഇവിടെ വെച്ച് എലോറിക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് അവളുടെ മുത്തശ്ശികൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു പഴയ കഥ, ഇവിടെ നടന്ന ഈ നേരിട്ട് കണ്ട ഈ സംഭവം, ഇതൊക്കെ കണ്ടപ്പോൾ എലോറിക്ക് കാര്യം മനസ്സിലായി. അതായത് കഥയുടെ ആരംഭത്തിൽ ഒരുപാട് പട്ടാളക്കാരും ചക്രവർത്തിയും കൂടെ ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വന്നില്ലേ, ആ സമയത്താണ് ഈ ഡ്രാഗന്റെ അവസാന പരമ്പരയിൽ അവസാനത്തെ ഡ്രാഗൺ ആയിട്ടുള്ള ഈ ഡ്രാഗണ് 3 കുഞ്ഞുങ്ങള്, അതായത് 3 മുട്ട വിരിഞ്ഞ് 3 കുഞ്ഞുങ്ങൾ ഉണ്ടായത്. അത് ഈ രാജാവും പട്ടാളക്കാരും നോക്കി നിൽക്കുകയായിരുന്നു ആ ഒരു മുട്ട വിരിഞ്ഞത്. പൂർണ്ണമായിട്ടും ഇതിനെ നശിപ്പിക്കാനായിട്ട് രാജാവ് പറയാണ്. അങ്ങനെ ഈ പട്ടാളക്കാര് 3 കുഞ്ഞുങ്ങളെയും വാളെടുത്ത് കുത്തി കൊന്നുകളയാണ്. ഇതിനുശേഷമാണ് ഡ്രാഗൺ അങ്ങോട്ടേക്ക് എത്തിയത്. ഈ രാജാവ് ഒഴികെ ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരെയും ചുട്ടുകൊന്നു. അവസാനം ഈ രാജാവിനെ കൊല്ലാനായിട്ട് ഇയാളുടെ ദേഹത്തേക്ക് അതിന്റെ ആ ഒരു നഖങ്ങൾ വെച്ച സമയത്ത് ഈ ഡ്രാഗൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മരണം നിനക്കുള്ള ഏറ്റവും ചെറിയ ശിക്ഷയായിരിക്കും. ഇന്നു മുതൽ ഓരോ പ്രത്യേക സമയങ്ങളിലും നിന്റെ കുടുംബത്തിൽപ്പെട്ട, നിന്റെ ചോരയിൽപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളെയും ഇനി എനിക്ക് ബലി തന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിന്നെയും നിന്റെ ഈ രാജ്യത്തിന്റെ സർവനാശമായിരിക്കും. അതിനുശേഷമാണ് ഈ ഗുഹയുടെ ഉള്ളിൽ ഈ ഡ്രാഗന് വേണ്ടി ആ ഒരു വലിയ രാജകുടുംബം ബലി കൊടുക്കാൻ തുടങ്ങിയത്. എന്തായാലും എലോറിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി. അതുപോലെ തന്നെ അവളുടെ അച്ഛനായിട്ടുള്ള ബെയ്ഫോർഡ്, ബാക്കിയുള്ള ആൾക്കാർ അവളുടെ ആ ഒരു പേര് വിളിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എലോറി ആകെ ഞെട്ടിപ്പോയി. കാരണം ആ വിളിക്കുന്ന വിളി എന്തായാലും ഡ്രാഗൺ കേൾക്കും. ആ ഡ്രാഗൺ അങ്ങോട്ടേക്ക് ചെല്ലും, എല്ലാവരെയും കൊന്നുകളയും ചെയ്യും. പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് എലോറി ഓടി ചെല്ലുമ്പോഴേക്കും ഡ്രാഗൺ അവരെല്ലാവരെയും ആക്രമിക്കുകയാണ്. ഒരുവിധം ആ ടീമിൽപ്പെട്ട എല്ലാവരെയും കൊന്നുകളയുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾ മാത്രം എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാജാവ് എലോറിയുടെ അച്ഛൻ ബെയ്ഫോർഡ് ഈ ഡ്രാഗന്റെ പിടിയിലാവുകയാണ്. കാരണം ബെയ്ഫോർഡ് ഓടാൻ ശ്രമിച്ചില്ല, പകരം വാളെടുത്ത് ഈ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി വന്നു. അപ്പോഴേക്കോ അതിന്റെ വാൽ ഉപയോഗിച്ച് രാജാവിനെ ചുരുട്ടിയെടുക്കുകയാണ്. മാത്രമല്ല ഇയാളെ വെട്ടി താഴെ വീഴ്ത്തിയിട്ട് ഇയാളുടെ ദേഹത്തേക്ക് നഖം വെച്ചിട്ട് പറയാണ്, പറ നിന്റെ മകളോട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ എലോറി നേരിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് അവൾക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പേടിയുണ്ട്. ഇതേ സമയത്ത് തന്നെ അവളുടെ അച്ഛൻ തീരെ വയ്യാതായിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ ഉറക്കനെ വിളിച്ചു പറയാണ്, മോളെ ഞാൻ നിന്റെ അച്ഛൻ ബെയ്ഫോർഡ്, നിന്റെ അച്ഛൻ നിന്നോട് കൽപ്പിക്കുകയാണ്, ഒരു കാരണവശാലും നീ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. ഇതില് ദേഷ്യം മൊത്തം ഈ ഒരു ഡ്രാഗൺ അതിന്റെ ആ ഒരു നഖങ്ങളുണ്ടല്ലോ ഈ രാജാവിന്റെ, അതായത് ബെയ്ഫോർഡിന്റെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുകയാണ്. അങ്ങനെ ഇപ്പൊ എലോറിയുടെ അച്ഛൻ നിലവിളിച്ച് കരയുന്ന ആ ഒരു ശബ്ദം അവള് കേൾക്കാണ്. അവളും അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ഡ്രാഗൺ വരികയാണ്. എന്നാൽ അതിന്റെ മുന്നിൽ പെട്ടുകൊടുക്കാതെ പതിയെ പതിയെ നമ്മുടെ എലോറി മാറി നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബെയ്ഫോർഡിന്റെ ഒരാള് രക്ഷപ്പെട്ട് ഓടി എന്ന് പറഞ്ഞില്ലേ, ഇയാൾ അതിലൂടെ ഓടുന്ന സമയത്ത് ആ ശബ്ദം കേട്ട് ആ ഭാഗത്തേക്ക് അത് എലോറിയാണെന്ന് കരുതിയിട്ട് വേഗം ഈ ഡ്രാഗൺ അങ്ങോട്ടേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എലോറി വേഗം അവളുടെ അച്ഛന്റെ അടുത്തേക്ക്, അതായത് ബെയ്ഫോർഡിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മരണസമയത്ത് സ്വന്തം മകളോട് അയാൾ ഒരുപാട് തവണ മാപ്പ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മോൾക്ക് അറിയാമല്ലോ. അപ്പോ അതിനുവേണ്ടി അച്ഛൻ കാണിച്ചൊരു മണ്ടൻ തീരുമാനമായി പോയത്, മകള് അച്ഛനോട് ക്ഷമിക്കണം. എന്തായാലും അച്ഛന് രക്ഷപ്പെടാൻ കഴിയില്ല. അച്ഛൻ താഴെ കെട്ടുവെച്ച ആ ഒരു കയറിലൂടെ മോള് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ബെയ്ഫോർഡ് ഒരുപാട് രക്തം പോയത് കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ വെച്ച് മരണപ്പെടുകയാണ്. ഒരുപാട് നേരം കരയാൻ വേണ്ടി എലോറി നിന്നില്ല. അവള് വേഗം തന്നെ ആ ഒരു കയറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് പിടിച്ച് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബെയ്ഫോർഡിന്റെ കൂട്ടത്തിലുള്ള ആളെ ഡ്രാഗൺ കണ്ടുപിടിക്കുകയാണ്. ഇതേ സമയത്ത് ഡ്രാഗൺ മനസ്സിലായി ഇത് എലോറി അല്ലല്ലോ. അപ്പൊ അവളെവിടെ ഈ ഡ്രാഗൺ നോക്കുന്ന സമയത്ത് എലോറി ആ ഒരു കയറിലൂടെ മുകളിലേക്ക് കയറുകയാണ്. പെട്ടെന്ന് തന്നെ ഇയാളെ ആ ഒരു കല്ലിനോട് ചേർത്ത് അമർത്തി കൊന്നുകളഞ്ഞ് എലോറിയെ പിടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഈ ഡ്രാഗൺ പാറി ചെല്ലുകയാണ്. ഈ ഡ്രാഗൺ ഒരു പെണ്ണാണ് കേട്ടോ, അതിലുപരി ഒരമ്മയായിരുന്നു. ആ അമ്മയുടെ രോദനം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമാണ് ഈ കുഞ്ഞുങ്ങളോട്, ഈ ഒരു മനുഷ്യ കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്. എന്തായാലും കയറിക്കൊണ്ടിരിക്കുന്ന ഈ കുമാരിയെ എലോറിയെ ഈ ഡ്രാഗണ് പിടിക്കാൻ കഴിഞ്ഞില്ല. തീ തുപ്പിയെങ്കിലും അതിൽ നിന്നെല്ലാം നമ്മുടെ എലോറി രക്ഷപ്പെട്ടു. ഗുഹയുടെ പുറത്തേക്ക് വരികയാണ്. അവിടെ കുതിരകൾ ഉണ്ടായിരുന്നു. ആ കുതിരപ്പുറത്ത് കയറിയിട്ട് അതിവേഗത്തിൽ അവൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതത്ര പന്തിയല്ല എന്ന് എലോറിക്ക് മനസ്സിലായി. അവൾ പിന്നെ ആ ഒരു കുതിരയുടെ പുറത്ത് നിന്ന് ഇറങ്ങി ആ കുതിരയെ മുന്നോട്ടേക്ക് തെളിച്ചു വിട്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ അടിയിൽ പോയിട്ട് ഒളിക്കുകയാണ്. ഇതേ സമയത്ത് ഈ ഒരു ഗുഹ മലയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ഈ ഡ്രാഗൺ അതിവേഗത്തിൽ എലോറിയെ തേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരയെ കാണുന്നത്.
അതിനെ ജീവനോട് കത്തിച്ചു കളയണം. പക്ഷേ കത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ എലോറി ഇല്ല എന്ന് ഈ ഡ്രാഗണ് മനസ്സിലായത്. ഇതേ സമയത്ത് തന്നെ എലോറി സേഫ് ആയിട്ട് ഒരു പാറയുടെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കലിപൂണ്ട് ഈ ഡ്രാഗൺ ആ ഒരു മല മുഴുവൻ തീയിട്ട് കത്തിക്കാൻ തുടങ്ങി. ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? ഈ രാജ്യത്തിന്റെ ആ ഒരു ക്വീൻ കാണുകയാണ്. എനിക്ക് തോന്നുന്നത് രാജാവിനേക്കാൾ അധികാരമുള്ളത് അവർക്കായിരിക്കും. ഇതെല്ലാം ആരുടെ പരിപാടിയാണെന്ന് ക്വീന് മനസ്സിലായി. എലോറി അവളാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. നാശം പിടിച്ച പെണ്ണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ട് ഈ ക്വീൻ ഉണ്ടല്ലോ മുന്നോട്ടേക്ക് പോവാണ്. കൂടെ തന്നെ അവരുടെ ഒരു പരിവാരങ്ങളും എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ നേരെ തുറമുഖത്തിലേക്ക്. അതായത് ബെയ്ഫോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരാൻ വൈകി കഴിഞ്ഞാൽ ഇളയ മകളായിട്ടുള്ള അലീനയുമായിട്ട് രക്ഷപ്പെടാൻ ഈ മദറിനോട്. സോ ആ ഒരു കപ്പൽ ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് ഈ ക്വീന്റെ പട്ടാളക്കാരി വരുന്നുണ്ട്. വാതിൽ തല്ലിപ്പൊളിക്കാണ്. ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ മദർ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവളെ തരില്ല എന്ന് പറയാണ്. അപ്പോൾ അവരുടെ വയറ്റിലേക്ക് തന്നെ കത്തി വെച്ച് ഒരു കുത്തു കൊടുത്തിട്ട് ഈ ചെറിയ പെൺകുട്ടി അലീനയെ ഇവരെടുത്തു കൊണ്ടുപോവാണ്. എന്തിനായിരിക്കും നമുക്ക് ഊഹിക്കാലോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എലോറി ആ ഒരു പാറക്കെട്ടിന്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അവള് രക്ഷപ്പെട്ടു, സമാധാനായി എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ മലയുടെ താഴ്വാരത്തിലേക്ക് ഒരു കുതിരയിൽ ഒരാൾ വരുന്നതായിട്ട് അവൾ കാണുന്നത്. നോക്കുമ്പോൾ ആരാണ്? അവളുടെ രണ്ടാനമ്മ, അവളുടെ മദർ തന്നെ. ആ മദർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ വയറ്റിൽ ഒരു മുറിവ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന കാര്യം നമ്മുടെ എലോറിയോട് പറയാണ്. എലോറി ആകെ ഞെട്ടിപ്പോയി. അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടിരുന്നത് എലോറി എന്ന സർവൈവറെ ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എലോറി എന്ന പോരാളിയാണ്. ശരിക്കും എന്താ സംഭവിച്ചെന്നല്ലേ? നമ്മുടെ ചെറിയ പെണ്ണ് അലീന അവളെ എടുത്തുകൊണ്ട് ഈ ക്വീൻ അതുപോലെ തന്നെ ഹെൻറി ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും നേരത്തെ ഈ ഒരു മലയിലേക്ക് വന്നു. എന്നിട്ട് എലോറിക്ക് പകരം ആ ഒരു ഡ്രാഗണ് ബലി കൊടുക്കാൻ പോകുന്നത് ഈ അലീനയാണ്. അപ്പൊ അത് ചെയ്യാനൊക്കെ ഹെൻറി ഒന്ന് വിസമ്മതിക്കുന്നുണ്ട്. കാരണം അവളൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, നമ്മളിത് ചെയ്യണമെന്ന്. ദേഷ്യം വന്ന ക്വീൻ പറയാണ്, നീയൊക്കെ ഒരു കുമാരനാണോടാ, രാജ്യത്തെ ഭരിക്കേണ്ടവനാണ്, ഇതൊക്കെ ഒരു മനസാക്ഷി ഇല്ലാതെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ക്വീൻ തന്നെ അവരുടെ ആ ഒരു കൈ മുറിച്ച് നമ്മുടെ ഈ അലീനയുടെ കൈ മുറിച്ച് രണ്ട് രക്തവും കൂടെ ഒരുമിച്ചാക്കിയിട്ട് അവളെ താഴേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് എലോറി എത്തുന്നത്. എലോറി വന്നു നോക്കുമ്പോൾ താഴെ നിന്നും അവളുടെ അനിയത്തി അലീനയുടെ ആ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവളൊന്നും നോക്കിയില്ല, ഒരു മരണഭയം കാണിച്ചില്ല. അവൾ ആ ഒരു കയറ് അത് പൊട്ടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് അതുമായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ അലീനയെ തൂക്കിയെടുത്തുകൊണ്ട് ആ ഒരു ഡ്രാഗൺ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ എലോറി താഴേക്ക് എത്തിയല്ലോ. പക്ഷേ ഇതിന്റെ പല ഭാഗങ്ങളും പല വഴികളും ഇപ്പോൾ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നേരെ പോകുന്നത് ആ പുഴുക്കളുള്ള തിളങ്ങുന്ന പുഴുക്കളുള്ള ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. ഒരു തുണിയുടെ സഞ്ചിയിൽ ഒരുപാട് പുഴുക്കളെ വാരിയിടുന്നുണ്ട്. അത് കെട്ടുകയാണ്. അതുപോലെ തന്നെ അവിടെ ഈ പുഴുക്കളുടെ ഒരുപാട് ദ്രാവകം ഉണ്ടായിരുന്നു. ഇതെല്ലാം വാരി തേച്ച്, അതായത് മനുഷ്യന്റെ ആ ഒരു സ്മെല്ല് ഡ്രാഗനെ കിട്ടാതിരിക്കാനായിട്ട്, അതായത് ഒരു മിഷൻ എങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ ഒരു പ്രിപ്പറേഷനിൽ ഭയങ്കര ധൈര്യത്തിൽ ഒരേ ഒരു കാര്യം അവളുടെ മുന്നിലുള്ളൂ, അനിയത്തെ ജീവൻ കൊടുത്തും രക്ഷപ്പെടുത്തുക. പിന്നീട് അവൾ ചെയ്തത് ഈ വലിയ ഈ ഗുഹാമുഖം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വലിയ ഒരു ഹാള് പോലത്തെ ഭാഗം, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് കല്ലുകൾ, ഈ ഇരുമ്പിന്റെ സാധനങ്ങൾ ഇതെല്ലാം അടുക്കി വെച്ച് എന്തോ ഒരു പരിപാടി അവൾ ഒപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്ന അവളുടെ അച്ഛന്റെ ആ ഒരു വാള് അതെടുത്ത് പുറത്ത് വെക്കുകയാണ്. എന്തൊക്കെയോ ചില പദ്ധതികൾ നമ്മുടെ എലോറിക്ക് ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഡ്രാഗനെ കാണിക്കുകയാണ്. ഡ്രാഗന്റെ കയ്യിൽ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന അലീന ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഈ ഡ്രാഗൻ ഇപ്പൊ നോക്കുന്നത് ആ ഡ്രാഗന്റെ പൊട്ടിയ മുട്ടകൾ, ചത്തു കിടക്കുന്ന അതിന്റെ ആ ഒരു കുഞ്ഞുങ്ങളെ. അവർ നിങ്ങളെ ജീവിക്കാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഒരുത്തനെ പോലും ജീവിക്കാൻ ഞാനും സമ്മതിക്കില്ല. സന്തോഷം എന്താണെന്ന് അവരറിയാൻ പാടില്ല. പിന്നീട് അലീനയെ നോക്കുകയാണ്. ഉറങ്ങിക്കോ, നിന്നെ തേടി നിന്റെ ചേച്ചി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമയത്താണ് നമ്മുടെ എലോറി സെറ്റ് ചെയ്ത എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് വെറുതെ ഒച്ചപ്പാട് ഉണ്ടാകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചൊരു കാര്യമായിരുന്നു. അതിന്റെ ആ ഒരു ബാലൻസ് ഇപ്പോൾ അവളായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തെറ്റിച്ച് കളയുന്നുണ്ട്. അതുപോലെ തന്നെ എലോറി ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശബ്ദം കേൾക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഈ ഡ്രാഗൺ പറന്നു വരുമല്ലോ, പറന്നു വന്നു. എന്നാൽ ഇതേ സമയത്ത് ഈ എലീനയെ വെച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എലോറി വരികയാണ്. അവളെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ അലീനയ്ക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല. അവളോട് പറയാണ്, എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെട്ടു പോ ചേച്ചി, എങ്ങനെയെങ്കിലും അതിനെ വഴിതിരിച്ച് വിടാന്ന് പറയാണ്. എന്നാൽ അലീനയ്ക്ക് ചേച്ചി ഒറ്റക്കിട്ട് അങ്ങനെ പോകാൻ കഴിയുമോ? സോ അലീനയെ ഒരു ഭാഗത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് സേഫ് ആകാൻ വേണ്ടി എന്തെങ്കിലും ഒരു കളി ഇവിടെ കളിച്ചേ മതിയാവുള്ളൂ. ഇതേ സമയത്ത് തന്നെ ഈ ഡ്രാഗൺ അതിന് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ എലോറി അലീനയെ രക്ഷപ്പെടുത്താനായിട്ട് തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. വാളുമായിട്ട് ഈ ഡ്രാഗന്റെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ അലീനയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ആ സമയത്തിന് ഈ ഡ്രാഗൺ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ വാള് വെച്ച് നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതേ സമയത്ത് തന്നെ എലോറി ഈ ഒരു മൃഗത്തോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കാരണം നിന്റെ പരമ്പര, നിന്റെ കുടുംബം, ആ രാജകുടുംബം എന്നോട് ചെയ്തത് എന്താണ്? മഹാപാപമല്ലേ? എന്റെ കുഞ്ഞുങ്ങളെ ജീവിക്കാനായിട്ട് അവർ സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് അവരുടെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചു കളയും. അവർ ചെയ്തതിന് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നശിപ്പിക്കുക എന്ന് എല്ലാവരും ചോദിച്ച സമയത്ത് നിങ്ങളുടെ കുടുംബം എല്ലാം ഒന്നാണ്, ആ രാജകുടുംബം. അതായത് എലോറി എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ഈ ഡ്രാഗൺ കേൾക്കാൻ നിൽക്കുന്നില്ല. തീ തുപ്പിക്കൊണ്ട് തന്നെ എലോറിയെ കൊല്ലാൻ നിൽക്കുകയാണ്. അവളൊന്നും നോക്കിയില്ല. ഇതിന്റെ വായിലേക്ക് അവളുടെ കയ്യിൽ ആ ഒരു വാള് കുത്തി കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ തീ ആ ഒരു സമയത്ത് പുറത്തേക്ക് വന്നു. അതിന്റെ ആ ഒരു പൊള്ളലേറ്റ് നമ്മുടെ എലോറി പുറത്തേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. എന്നാൽ അവൾ വന്ന് വീണത് ഒരു വെള്ളക്കെട്ടിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു തീ പെട്ടെന്ന് അണയുന്നുണ്ട്. അതുപോലെ ഡ്രാഗന്റെ വായിലേക്ക് അവൾ വാള് കുത്തി കയറ്റിയില്ലേ, ഈ വാള് തന്നെ ഡ്രാഗൺ തന്നെ ഊരിയെടുക്കുകയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലേക്ക് വീണത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ കാര്യമായിട്ടുള്ള പൊള്ളലേറ്റില്ലല്ലോ. അവൾ എങ്ങനെയൊക്കെയോ നീന്തി കരയിലേക്ക് കയറുകയാണ്.
എന്നാൽ ആ ഒരു വേദന കൊണ്ട് അവൾ അലറി കരയുന്നുണ്ട്. അതേ സമയത്തിന് വീണ്ടും ആ ഒരു ഡ്രാഗൺ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്തിന് അലീന ആ ഒരു വാളുണ്ടല്ലോ ചേച്ചിയെ വിളിച്ച് അവൾക്ക് എറിഞ്ഞു കൊടുക്കാണ്. അപ്പോ അലീന രക്ഷപ്പെട്ടില്ലേ? അതെങ്ങനെയാ? സ്നേഹം ഒരു ഭാഗത്തേക്ക് മാത്രമല്ലല്ലോ, അത് തിരിച്ചുണ്ടാവുമല്ലോ. ചേച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾക്ക് പോവാൻ അങ്ങനെ പറ്റുമോ? എന്തായാലും ആ വാള് എലോറിക്ക് എറിഞ്ഞു കൊടുക്കാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഡ്രാഗൺ വന്ന് അവളുടെ നെഞ്ചിലേക്ക് കൈവെക്കുകയാണ്, അമർത്തുകയാണ്. അവൾ അലറി കരയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ എലോറി അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കത്തിയെടുക്കാണ് ഡ്രാഗന്റെ കണ്ണിലേക്ക് ഒരേറ്റ കുത്തം കൊടുക്കുകയാണ്. രക്തമൊലിപ്പിച്ച് ആ ഒരു ഡ്രാഗൺ അലറി കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇപ്പോ ഇതേ സമയത്ത് തന്നെ എലോറി താഴെ വീണെടുക്കുന്ന ആ ഒരു വാൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗന് വ്യക്തമായിട്ട് ഇപ്പൊ അവളെ കാണാൻ കഴിയുന്നില്ല, പകുതി കാഴ്ചയുള്ളൂ. അതുപോലെ അവളുടെ നേർക്ക് അലറി വിളിച്ചു വരുമ്പോൾ എലോറിയും അങ്ങോട്ടേക്ക് ആ ഒരു വാളുമായിട്ട് ചെല്ലുകയാണ്. നേരെ ഈ ഡ്രാഗന്റെ കഴുത്തിനടിയിൽ പോയിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുന്നുണ്ട്. ഒരു രീതിയിൽ ഈ ഡ്രാഗൺ തളർന്നു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ഒരു കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എലോറിയെ വലിച്ചെടുക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ എലോറി പറയുന്നുണ്ട്, ഞാൻ ആ പരമ്പരയിൽപ്പെട്ട ആളല്ല, ഞങ്ങളുടെ പരമ്പരയല്ല നിന്നെ ഉപദ്രവിച്ചത്, നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നത് എന്നതൊന്നും കേൾക്കാൻ വേണ്ടി ഈ ഒരു ഡ്രാഗൺ നിൽക്കുന്നില്ല. അവളെ വീണ്ടും തട്ടി തെറിപ്പിച്ച് കളയാണ്. അങ്ങനെ മരണം ഏകദേശം ഉറപ്പായ എലോറി പതിയെ പതിയെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇതിന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അവൾ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു ഡ്രാഗൺ ആണെങ്കിൽ നേരത്തേതുപോലെ ആ ഒരു വേഗതയൊന്നുമില്ല, പതിയെ പതിയാണ് എലോറിയുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഇത് ശ്വാസം വിടുമുണ്ടാവുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ, അത് മുന്നോട്ടേക്ക് അങ്ങനെ പോയിട്ട് അത് അതുപോലെ തന്നെ കർവ് ചെയ്ത് തിരിച്ചു വരുന്നതായിട്ട് എലോറി കാണുകയാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പാറയുടെ ഷേപ്പ് അത് അങ്ങനെയായിരുന്നു. എന്തായാലും ആ പാറയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എലോറി ധൈര്യമായിട്ട് തന്നെ അവളുടെ ആ ഒരു മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഡ്രാഗണെ വെല്ലുവിളിക്കുകയാണ്. ശരി, സമ്മതിച്ചു, നിനക്ക് നശിപ്പിക്കണ്ടേ? നിന്റെ കോപം അത് തീയായിട്ട് തന്നെ നീ എന്റെ മേത്ത് കാണിക്കുക, മറ്റൊരു രീതിയിൽ നീ എന്നെ കൊല്ലണ്ടെന്ന് പറയാണ്. അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാഗൺ അതിന്റെ ആ ഒരു തീ ഉണ്ടല്ലോ അത് വായിൽ മുഴുവനാക്കി എടുക്കുകയാണ്. അത് ശക്തമായിട്ട് തന്നെ സകലമാന ദേഷ്യം ഉള്ളത് കൊണ്ട് അതിന് എത്രത്തോളം ഫോഴ്സിൽ ആ ഒരു തീ ഊതാൻ പറ്റുമോ അതങ്ങോട്ട് ഊതുകയാണ്. ആ ഊത്തില് പെട്ടെന്ന് എലോറി മറ്റൊരു ഭാഗത്തേക്ക് ചാടുന്നുണ്ട്. എന്നാൽ ഈ ഊത്തുകൊണ്ട് ആ തീ നേരെ പോയി തട്ടിയത് ആ ചെരിഞ്ഞു നിൽക്കുന്ന പാറയിലായിരുന്നു. തീ അതുപോലെ തന്നെ റിട്ടേൺ വരികയാണ്. അത് അതിന്റെ ആ ഒരു പൂർവാധികം ശക്തിയോടെ ചെന്ന് വീണത് ഈ ഡ്രാഗന്റെ തലയിലായിരുന്നു. അത് അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് അനങ്ങാൻ പോലും കഴിയില്ല, ചാവാനായി കിടക്കുകയാണ് ഇപ്പൊ ആ ഒരു ഡ്രാഗൺ. ഇപ്പൊ എലോറി അവളുടെ ആ ഒരു വാൾ എടുക്കുകയാണ്. പതിയെ പതിയെ ആ ഒരു വാളുമായിട്ട് ഈ ഡ്രാഗന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനൊന്നും അനങ്ങാൻ പോലും അല്ലെങ്കിൽ തീ തുപ്പാൻ വരെ ഇപ്പൊ പറ്റുന്നില്ല. അതിന്റെ കഴുത്ത് മുഴുവൻ പൊള്ളി ഒരു പരിവായിട്ടുണ്ട്. എന്തായാലും വാളുമായിട്ട് അതിനെ കൊല്ലാനായിട്ട് തന്നെ എലോറി അങ്ങോട്ടേക്ക് വരികയാണ്. അതുപോലെ തന്നെ എലോറി ഈ ഡ്രാഗണോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനിപ്പോ നിന്നെ കൊല്ലാൻ പോവാണ്, അതിനു മുന്നേ നീ ഒരു സത്യം മനസ്സിലാക്കണം. ഇത്രയും കാലം നൂറ്റാണ്ടുകളായിട്ട് നീ വഞ്ചിക്കപ്പെടുകയായിരുന്നു. നീ കരുതിയതുപോലെ ആ ഒരു രാജകുടുംബം ഒരിക്കലും വേദനിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവരുടെ സമ്പത്ത് കൊണ്ട് പുറം രാജ്യത്ത് പോയിട്ട് പാവപ്പെട്ട് എന്നെ പോലെയുള്ള കുമാരിമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ കൈ മുറിച്ച് ഞങ്ങളുടെയും കൈ മുറിച്ച് ആ രണ്ട് രക്തത്തെയും ഒന്നാക്കും. അതുകൊണ്ടാണ് രാജരക്തമായിട്ട് നിനക്കത് തോന്നിയതും സ്മെല്ല് ചെയ്യാൻ പറ്റിയതും. ശരിക്കും നിനക്ക് നീതി കിട്ടിയിട്ടില്ല ഡ്രാഗൺ. അവർ ഇത്രയും കാലം നിന്നെ പറ്റിക്കുകയായിരുന്നു. നീ ഇത്രയും കാലം കൊന്നുകൊണ്ടിരുന്നത് പാവപ്പെട്ട നിസ്സഹായമായിട്ടുള്ള പെൺകുട്ടികളെ ആയിരുന്നു. ആ ചതി നീ മനസ്സിലാക്കിയില്ല. പക്ഷേ കൂടുതലായിട്ട് ഇനി കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നിന്നിപ്പോ കൊല്ലാൻ പോവാന്ന് പറഞ്ഞിട്ട് എലോറി ആ വാള് മുകളിലേക്ക് ഉയർത്തുകയാണ്. താഴേക്ക് ഒരൊറ്റ കുത്തു കുത്തുന്നുണ്ട്. പക്ഷേ അതിന്റെ തലയിലായിരുന്നില്ല. എലോറിക്ക് അതിനെ കൊല്ലാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവള് നേരെ ആ ഒരു വെള്ളത്തിലേക്ക് കൈയിടുകയാണ്. എന്നിട്ട് ആ തിളങ്ങുന്ന പുഴുക്കലുണ്ടല്ലോ എല്ലാത്തിനെയും വാരി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ആ ഒരു മുറിവിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവൾ ഇത്രയും നേരം ഉപദ്രവിച്ച ആ ജീവിയോട് എലോറി കരുണ കാണിക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി പിന്നീട് കൊട്ടാരത്തിലാണ് കാണിക്കുന്നത്. കൊട്ടാരത്തിൽ വീണ്ടും ഒരു വലിയ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഹെൻറിയുടെ അടുത്ത വിവാഹം, അതായത് ആ പെൺകുട്ടി, അവളെയാണ് ഇനി അടുത്തതായിട്ട് ബലി കൊടുക്കാൻ പോകുന്നത്. എന്നാൽ ആ ഗുഹയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഇവരറിയുന്നില്ലല്ലോ. അങ്ങനെ ആർഭാടപൂർണമായി ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. അവളുടെ ആ ഒരു കോലം കണ്ടോ? ആ നടത്താൻ കണ്ടാ അറിയാം അവളുടെ ഉള്ളിൽ വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന്. ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ട് ഇമാതിരി മാസ് കാണിക്കാൻ പറ്റുമോ? കാരണം ആ ഒരു നടത്തം നിങ്ങളൊന്ന് നോക്കിയേ. കട്ടത്താടിയും കൊമ്പം മീശയും ഒരു സിഗരറ്റും മാത്രം ഉണ്ടെങ്കിലല്ല മാസ് കാണിക്കാൻ പറ്റുക. കഥ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോവാണെങ്കിൽ അതിൽ ആ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് അതിൽ കഥാപാത്രങ്ങൾക്ക് മാസ് കൊടുക്കാൻ പറ്റും. എന്തായാലും ഇപ്പൊ അവളുടെ ആ ഒരു നടത്തം നോക്കിയാൽ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ട സീനാണിത്. അവൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ കുമാരൻ ഹെൻറിയോട് ചോദിക്കുന്നുണ്ട്, ഇത് എത്രാമത്തെ വിവാഹമാണ്, ഇവൾ എപ്പോഴാണ് കൊല്ലാൻ പോകുന്നത്? ഇപ്പൊ ഹെൻറി ഭയങ്കര പശ്ചാത്താപത്തോടെ ഈ എലോറിയോട് പറയുന്നുണ്ട്, ഇത് അവസാനത്തേതാണ്, ഇതുകൊണ്ട് നിർത്താൻ പോവാണ്. ഇപ്പൊ പെട്ടെന്ന് ക്യൂൻ പറയാണ്, ഹെൻറി ഒന്ന് നിർത്ത്, നീ എന്തിനാ ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അതായത് ഇപ്പോഴും അവൾക്ക് ആ ഒരു അഹങ്കാരം തന്നെ. ഇതേ സമയത്ത് ഈ എലോറി ഉണ്ടല്ലോ പുതുതായിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ആ കുമാരിയോട് പറയാണ്, നിന്റെ കുടുംബക്കാരെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഈ നിമിഷം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുക. ഇത് കേട്ട് ഭയന്നു പോയ ആ ഒരു കുമാരി അവരുടെ ആ ഒരു കുടുംബം വേഗം തന്നെ ഇവിടുന്ന് പോവുകയാണ്. അതുപോലെ അവളുടെ ആ ഒരു നൃത്തം അല്ലെങ്കിൽ അവളുടെ ആ ഒരു ഭാവം ഇതെല്ലാം കണ്ട് ആ ഒരു ക്വീന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, എന്താ നിന്നെ കണ്ട് ഞങ്ങൾ ഭയക്കണോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു ഗുഹയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വന്നു എന്ന് കരുതിയിട്ട് ഞങ്ങൾ നിന്നെ ഭയക്കാൻ പോകുന്നില്ല. ഇപ്പൊ എലോറി പറയാണ്, എന്നെ കണ്ട് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയക്കേണ്ട ഒരാള് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ഭയത്തോട് കൂടിയിട്ട് ക്യൂൻ മുകളിലേക്ക് നോക്കുമ്പോൾ ദാണ്ടെ കൊട്ടാരത്തിന്റെ മുകൾ അവൾ വന്ന് നിൽക്കുകയാണ്. ആ ഒരു അമ്മ ഡ്രാഗൺ തന്റെ തെറ്റ് അത് മനസ്സിലാക്കി, തനിക്ക് ഏൽക്കപ്പെട്ട ആ ഒരു ചതി അത് മനസ്സിലാക്കി ഡ്രാഗൺ വന്നിരിക്കുകയാണ് അവളുടെ യഥാർത്ഥ ഒരു പ്രതികാരം പൂർത്തീകരിക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ഭയം കൊണ്ട്
അവരെല്ലാവരും ആകെ വിറച്ചിരിക്കുകയാണ്. കൊട്ടാരത്തിൽ അന്തേവാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എലോറയും അവിടെ വിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, ആ കൊട്ടാരത്തെ മുഴുവനും നിർത്തിയിട്ട് ചുട്ടുകളയാണ് ഈ അമ്മ ഡ്രാഗൺ. അവളുടെ ആ ഒരു പക അവള് വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് പാവപ്പെട്ട രാജകുമാരിമാര് രക്ഷപ്പെടുമായിരുന്നു, മരിക്കില്ലായിരുന്നു. അങ്ങനെ ആ കൊട്ടാരം നിന്ന് കത്തുന്ന സമയത്ത് അതിന്റെ പുറത്തേക്ക് നമ്മുടെ എലോറി നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കട്ട മാസമായിട്ടുള്ള സീനാണ്. അവളുടെ മുകളിൽ തന്നെ ആ ഒരു ഡ്രാഗണും വന്ന് നിൽക്കുന്നുണ്ട്. അതിന് മനസ്സിലായി അത് ചെയ്ത ആ ഒരു തെറ്റെന്താണെന്ന്. പിന്നീട് എലോറി നേരെ ചെല്ലുന്നത് കടൽ തീരത്തേക്കാണ്. രക്ഷപ്പെടുത്തിയ അവളുടെ അനിയത്തി അലീന, അതുപോലെ തന്നെ രണ്ടാനമ്മ, അവര് മരിച്ചിട്ടില്ലായിരുന്നു. അവരുമായിട്ട് ഇവരുടെ പട്ടാളക്കാരുമായിട്ട് ഇവരുടെ ആ ഒരു ചെറിയ രാജ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കൂടെ ആരുണ്ട്? ആ ഒരു ഡ്രാഗണും അവളുടെ കൂടെ തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.